ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിത നന്ദിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. പോലീസ് കേസ് എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത് കേട്ടുകൊണ്ടാണ് സൂര്യ വരുന്നത്. അപ്പോൾ സൂര്യ പറയുന്നത് ശരിയാണ്, ഹരിത പറഞ്ഞതിലും കാര്യമുണ്ട്. ആരാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ, അതുകൊണ്ട് ഇത് പോലീസ് ആക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ യതീന്ദ്രൻ പറയണ, സൂര്യ അത് വിട്ടില്ലേ നീ? ഇല്ല അച്ഛാ, എന്തിനാണ് വെറുതെ വിട്ട് കളയുന്നത്? ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത നന്ദിനിയെ ഇവരൊക്കെ സംശയത്തോടു കൂടി കാണുന്നത് അത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ആരാണ് ചെയ്തതെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തിനാ വെറുതെ ഇനിയെ മറ്റുള്ളവർക്ക് മുന്നിൽ കുറ്റപ്പെടുത്താൻ ഇട്ടുകൊടുക്കുന്നത്? എന്താ നന്ദിനി നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണ, ആറ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൊലക്കുറ്റം കൂടി ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് ഞാൻ ആ പഴിയും കൂടി കേൾക്കുന്നത്? അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞാണ് നന്ദിനി പോകുന്നത്. അങ്ങനെ സൂര്യ പറയണ ഹരിതയോട്, ഇനിയിപ്പോൾ പോലീസ് നടപടികൾ എന്താണ് വേണ്ടത്, ആരൊക്കെയാണ് കാണേണ്ടത് എന്ന് വെച്ചാൽ നീ തന്നെ ചെയ്യണം. കാരണം നീയാണ് എൻ്റെ ഭാര്യയുടെ നേരെ വിരൽ ചൂണ്ടിയത്, അതുകൊണ്ട് നീ തന്നെ ഇതിന് എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടണം എന്നും പറഞ്ഞാണ് സൂര്യ പോകുന്നത്. അങ്ങനെ യതീന്ദ്രൻ പറയുന്നത്, സൂര്യ പറയുന്നതിലും കാര്യമുണ്ട്. അവൻ്റെ ഭാര്യയല്ലേ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത്, അവൻ പറയുന്നത് ന്യായമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ പത്മ പറയണേ, നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ, അവൻ പറയുന്നതിനനുസരിച്ച് തുള്ളാനൊന്നും ഇവിടെ നേരമില്ല, ഇവിടെ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഉദയം പറയണ, അല്ല പത്മ, ഇതൊക്കെ വിട്ടേക്ക്. എനിക്കിപ്പോൾ വേണ്ടത് നമ്മുടെ മക്കളുടെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം, അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ പത്മ പറയണേ, ഏട്ടൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് രഞ്ജിത്തിൻ്റെയും ദയുടെയും വിവാഹ നിശ്ചയം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. പിന്നീട് സൂര്യ രാത്രിയാകുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പുറത്ത് ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ് രഞ്ജിത്തിനെ കുറിച്ച്. അവന് നല്ല സ്വഭാവമാണോ എന്നുള്ളതിനൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രഞ്ജിത്ത് അവിടേക്ക് വരുന്നത്. എന്നിട്ട് രഞ്ജിത്ത് പറയണ, സൂര്യ എന്തെങ്കിലും ഫോൺ ചെയ്യാനാണോ ഇവിടേക്ക് വന്നത്? അല്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? എന്താണെങ്കിലും അങ്ങ് പറയും. അല്ല, അച്ഛൻ ഹോസ്പിറ്റലായില്ലേ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. ആരെയെങ്കിലും കുറ്റപ്പെടുത്താനാണെങ്കിൽ എനിക്കത് കാണാൻ താല്പര്യമില്ല. ആരെയെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് പറയണ, അതിനെക്കുറിച്ച് പറയാനല്ല സൂര്യ ഞാൻ വന്നത്, താൻ എന്നെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഞാനതൊക്കെ വിട്ടുകളയണമെന്ന് പറയാനാണ് വന്നത്. കാരണം ഒരു ചെറിയ സംഭവത്തെ വലിയ പ്രശ്നമായിട്ട് ഇവിടെ എടുത്തു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ സൂര്യ പറയണ, അതാണ് ഇവിടുത്തെ ശീലം. എൻ്റെ നന്ദിനിയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ അവർക്ക് വല്ല ചാൻസും കിട്ടിയാൽ അത് അവർ ഉപയോഗിക്കും. അതാണ് ഇവിടെയുള്ളവരൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ പറയണ, അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നോട് സോറി പറയുന്നു. ഒരാൾക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് സൂര്യ പറയട്ടോ. അല്ല സൂര്യ ഇപ്പോൾ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ടെൻഷൻ മാറാൻ സൂര്യ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ എൻ്റെ ടെൻഷൻ പോകാൻ ആദ്യമൊക്കെ ഞാൻ മദ്യത്തിലായിരുന്നു അഭയം കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പം മദ്യമൊന്നും കുടിക്കാറില്ല. ഞാനിപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച മട്ടാണ്. പിന്നെ എൻ്റെ ടെൻഷൻ മാറാൻ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുമായി സംസാരിക്കാറാണുള്ളത്. ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞാൽ അത് നന്ദിനിയല്ലേ എന്ന് രഞ്ജിത്ത് ചോദിക്കുമ്പോൾ, അതെ, ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നന്ദിനിയെ തന്നെയാണ്. അപ്പോൾ രഞ്ജിത്ത് പറയണ, അതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയും ഈ പേരെയുമാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട് സൂര്യ. ഞാനിപ്പോൾ വന്നത് കുറച്ച് ദിവസമായതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാവരെയും ശരിക്കും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സൂര്യയുടെ ടെൻഷൻ മാറാൻ മറ്റൊരു കാര്യം ചെയ്താലോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിലും നീ വ്യക്തമായി പറ. ഞാനിതാ വരുന്നു, ഒന്നിവിടെ നിൽക്ക് സൂര്യ എന്ന് പറഞ്ഞ് രഞ്ജിത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് കള്ളുകുപ്പി എടുക്കാനാണ് ഈ പോകുന്നത്. ഈ സമയം നന്ദിനി കിച്ചണിൽ ഓരോ ജോലി ചെയ്യുമ്പോൾ രാജുവേട്ടനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ ചോദിക്കണം, അല്ല സൂര്യ സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, സാറ് ടെറസിലുണ്ട്. ടെറസിലോ? സാധാരണ സൂര്യ സാറ് ടെറസിൽ പോകുന്നത് കള്ളു കുടിക്കാനാണ്. അത് പിന്നെ രാജുവേട്ടാ, സൂര്യ സാറിനോടൊപ്പം ഇപ്പോൾ രഞ്ജിത്ത് സാറും കൂടിയുണ്ട്. അവർ രണ്ടുപേരും കൂടി എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വരുന്ന സമയത്ത് കണ്ടതാണ്. ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല. രാജു പറയണ, മോളെ നിന്നെ സമ്മതിക്കണം. കാരണം സൂര്യ സാറിൻ്റെ ദുശീലമെല്ലാം മാറ്റിയെടുത്തത് മോള് തന്നെയാണ്. സൂര്യ സാറ് കള്ളുകൂടി നിർത്തിയതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും നിനക്ക് തന്നെയാണ്. ഈ വീട്ടിലുള്ള എല്ലാവരും ശരിക്കും അതിൻ്റെ പേരിൽ മോളെ പുകഴ്ത്തേണ്ടത് തന്നെയാണ്. കാരണം
മോള് കാരണമാണ് സൂര്യ സാറ് കള്ളുകൂടി നിർത്തിയത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വീട്ടിലുള്ളവർക്കൊന്നും സൂര്യ സാറ് കള്ളുകൂടി നിർത്തിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്ക് എപ്പോഴും സൂര്യ സാറ് നാലുകാലിൽ വരുന്നതാണ് ഇഷ്ടമുണ്ടാവും. കാരണം അപ്പോഴല്ലേ അവർക്ക് അവരുടെ തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ സൂര്യ സാറ് കള്ളുകൂടി നിർത്തിയ കാരണം അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാവുകയല്ലേ. അതുകൊണ്ടാണ് അവർക്കാർക്കും അതൊന്നും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നന്ദിനി പറയണ ആദ്യ രാജുവേട്ട അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ആരെങ്കിലും അത് കേട്ടുകൊണ്ട് വന്നാൽ ഇനി അതിൻ്റെ പേരിലാവും അടുത്ത പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. രാജുവേട്ടനൊന്നും മിണ്ടാതിരുന്നേ. അത് പിന്നെ മോളെ, എനിക്ക് പിന്നെ സൂര്യ സാറിനെ കുറിച്ച് ചില കാര്യങ്ങളും കൂടി പറയേണ്ടത്. സൂര്യ സാർ എന്തെങ്കിലും പറഞ്ഞാലേ ജോത്സ്യരെ പോലെയാണ് ഓരോ കാര്യങ്ങൾ പറയാം. ഏതെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലേ അതിനെക്കുറിച്ച് പ്രവചിച്ചാലേ ചിലപ്പോഴൊക്കെ അതെല്ലാം ശരിയാവാറുണ്ട്. ആരെങ്കിലും കുറിച്ച് സൂര്യ സാർ അങ്ങനെ വല്ല പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അച്ചട്ടായി നടക്കാറുണ്ട്. അപ്പോൾ രാജുവേട്ടൻ സൂര്യയെക്കുറിച്ച് പറഞ്ഞത് രഞ്ജിത്തിനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലാവാം കേട്ടോ. അപ്പോൾ നന്ദിനി പറയണേ, രാജുവേട്ട പത്മ മേഡത്തിൻ്റെ ഏട്ടൻ്റെ മോനാണ് രഞ്ജിത്ത് സാറ്. അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് വന്നാൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം തന്നെ ഉണ്ടാവും. രാജുവേട്ട ഒന്ന് പതിയെ പറ, ഒന്ന് മിണ്ടാതിരിക്കുക. സൂര്യ സാർ അങ്ങനെ പറയുന്നുണ്ട് എന്ന് കരുതി ഇവിടെ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? രഞ്ജിത്ത് സാറിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒന്നും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് രാജുവേട്ടനൊന്നും മിണ്ടാതിരിക്കും. അപ്പോൾ രാജു പറയണേ, എങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ ടെറസിൽ നിന്ന് സംസാരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി രമ്യതയിലായാൽ മതി. അതൊക്കെ ശരി തന്നെയാണ് രാജുവേട്ട. നമ്മളിപ്പോൾ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല. അതൊന്നും നമുക്കിവിടെ സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ വീട്ടിലെ കുടുംബക്കാർ തമ്മിലുള്ള കല്യാണമാണ്. അത് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. അത് ശരിയാണ് മോളെ. പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് സംസാരിക്കാമല്ലോ. നീ ഇവിടുത്തെ മരുമകളല്ല. ഇനിയിപ്പോൾ അതുകൂടിയാണ് വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ മരുമകളാണ് ഞാൻ ഈ വീട്ടിലെ എന്നുള്ളത് ഞാനിവിടെ എൻ്റെ നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കാം. ഒന്ന് രാജുവേട്ടൻ വെറുതെ ഇരുന്നേ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോവാട്ടോ. ഈ സമയം രഞ്ജിത്തിനെ കാത്തു നിൽക്കുകയാണ് സൂര്യ. എന്തിനായിരിക്കും രഞ്ജിത്ത് പോയിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിലിട്ട്. അങ്ങനെയാണ് രഞ്ജിത്ത് കുപ്പിയുമായിട്ട് വരുന്നത്. സൂര്യയുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഇതൊന്ന് കഴിച്ചു നോക്ക്. രഞ്ജിത്ത്, നിനക്കിത് എവിടെ നിന്നാണ്? ഞാനിത് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ സൂര്യ നല്ല കള്ളുകൂടിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കള്ളുകൂടിയൊന്നുമില്ല. ഇപ്പം അതൊക്കെ നിർത്തി. അതെങ്ങനെ നിർത്തി? നന്ദിനിയാണ് നിർത്തിയത്. നന്ദിനി നിർത്തുക അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയും? അതെ രഞ്ജിത്ത്, നന്ദിനി കാരണമാണ് ഞാനിപ്പോൾ കള്ളുകൂടി നിർത്തിയത്. അതെന്താ ഉണ്ടായത്? അതൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അക്കാര്യങ്ങളൊക്കെ രഞ്ജിത്തിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഞാനിങ്ങനെ കൊണ്ടുവച്ചിരുന്ന ബോട്ടിൽ മുഴുവനും നന്ദിനി കുടിച്ചു തീർത്തു. എന്നിട്ട് എല്ലാവരുമായിട്ട് കുറച്ച് വഴക്കിട്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ രഞ്ജിത്ത് പറയും, ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു തമാശയായിട്ടാണല്ലോ തോന്നുന്നത്. എന്തായാലും എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ സൂര്യ പറയണേ, എനിക്കത് കാണാനുള്ള മുഴുവൻ ഭാഗ്യവും ഉണ്ടായി. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ കള്ളുകൂടി നിർത്തി. ഞാൻ കുടിച്ചാലേ നന്ദിനിയും കുടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കള്ളുകൂടി നിർത്തിയത്. അത് കേട്ടപ്പോൾ രഞ്ജിത്തിന് നല്ല തമാശയായിട്ട് തോന്നുകയാണ്. നന്ദിനിയും കുടിക്കുമെന്ന് കേട്ടപ്പോൾ രഞ്ജിത്തിന് തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ്. രഞ്ജിത്ത് പറയണേ, ഞാനിപ്പോൾ സൂര്യയോടൊപ്പം ഒന്ന് കുടിക്കാമെന്ന് കരുതിയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ഭാര്യമാരെ പേടിച്ചിട്ട് ഇങ്ങനെ കള്ളുകൂടിയൊക്കെ നിർത്തുക, നമ്മളുടെ ശീലങ്ങളൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ സൂര്യയുടെ മനസ്സിൽ അങ്ങ് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണ്. കള്ളുകുടിയില്ല, സിഗരറ്റ് വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കള്ളുകുടിയുടെ ആളാണ് തന്നെ സൂര്യയ്ക്ക് മനസ്സിലാവാണ്ട്. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് സൂര്യ പറയണേ, ഇനിയിപ്പോൾ രഞ്ജിത്ത് എനിക്ക് കമ്പനി തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ നമുക്കൊന്ന് കൂടാം. എന്താ എന്ന് കൂടുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജിത്ത് പറയണ, ഞാനുണ്ട് കമ്പനിക്ക് സൂര്യക്ക്, വാ നമുക്ക് 2 ഗ്ലാസ് അടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. രഞ്ജിത്തിൻ്റെ മനസ്സിൽ ദുരുദ്ദേശമാണ്. ഇവനെ കുടിപ്പിച്ച്, ഇവനെ മൂക്കുറ്റം കുടിപ്പിച്ച് എല്ലാവർക്കും മുന്നിൽ അപമാനിക്കണം. പത്മ മേഡത്തിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് അപമാനിക്കണം. എന്നിട്ട് ഞാൻ കുടിക്കാതെ ഇരിക്കുകയും ഇവനാണ് മുഴുവൻ കുടിച്ചത് എന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ ഞാൻ നല്ലവനാണെന്നുള്ളത് വീണ്ടും വരുത്തി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് രഞ്ജിത്ത് ഇരിക്കുന്നത്. ഗ്ലാസും മദ്യക്കുപ്പിയും നിരത്തിയതോടുകൂടി സൂര്യ പറയണേ, രഞ്ജിത്ത്, എനിക്കിങ്ങനെ മദ്യം മാത്രം കഴിക്കുന്ന ശീലമില്ല. എനിക്കിതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് വേണം. ഞാനിപ്പോൾ റെഡിയാക്കാം എന്ന് പറഞ്ഞ് സൂര്യ രാജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ ഫോൺ എടുക്കാം കേട്ടോ. നന്ദിനി ഉണ്ടോ കൂടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി സ്വകാര്യത്തിൽ പറയണേ, ഞാനില്ല എന്ന് പറയട്ടോ. അങ്ങനെ സ്പീക്കറിലിട്ടിട്ടാണ് രാജു സംസാരിക്കുന്നത്. എന്നിട്ട് പറയണേ, കുരുമുളകൊക്കെ ഇട്ട ഒരു ഓംലെറ്റ് കൊണ്ടുപോയോ രാജുവേട്ട ടെറസിലേക്ക് എന്ന് പറയുമ്പോൾ നന്ദിനിക്കൊരു സംശയം വരിക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ നന്ദിനിയോട് രാജു ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ ഓംലെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇതിപ്പോൾ വേറെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ? രാജുവേട്ടൻ എന്തായാലും ഉണ്ടാക്ക്, സൂര്യ സാറ് പറഞ്ഞതുപോലെ ഉണ്ടാക്ക്, എന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ
കൊടുത്തോളാം. അത് പിന്നെ മോളെ എന്നോട് പറഞ്ഞത് നന്ദിനി അറിയിക്കേണ്ട എന്നാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതുമായിട്ട് ചെല്ലാതിരുന്ന അത് ശരി, അതൊന്നും കുഴപ്പമില്ല രാജുവേട്ടൻ എന്തായാലും ഓംലെറ്റ് ഉണ്ടാക്കുക, ഞാൻ തന്നെ സൂര്യ സാറിന് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഓംലെറ്റ് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി അത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. ഈ സമയം ഉദയനും ഭാര്യ വന്ദനയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അല്ല, എനിക്കെന്തോ ഇവിടെ വന്നതിൽ മുതൽ എനിക്കൊരു ചെറിയ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട് എന്ന് ഉദയനോട് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് US നിന്ന് വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നേ മുതൽക്കും ഓരോ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ വലിയൊരു സുഖം തോന്നുന്നില്ല. അത് പിന്നെ വന്ദന, നീ ഒരു കാര്യം മനസ്സിലാക്കണം, US നമ്മളെ രണ്ട് മക്കളും മാത്രമാണ് ജീവിച്ചിരുന്നത്. അന്ന് നമ്മളുടെ ലൈഫിൽ ഇടപെടാൻ ഫ്രണ്ട്സുകളോ കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ നമ്മളുടെ കാര്യത്തിൽ നമ്മളെ കുടുംബക്കാരും ബന്ധുക്കളും ഫ്രണ്ട്സുകളൊക്കെ ഇടപെടും. അതിൻ്റേതായ ചില സന്തോഷങ്ങളും ഉണ്ടാവും, ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് നീ മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ അങ്ങനെ കാര്യത്തിലും ഇടപെടാൻ ആരും ഉണ്ടാവില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാട്ടിൽ വന്നു ബന്ധുക്കളും ഫ്രണ്ട്സുകളും എല്ലാവരും കൂടി ഇടപെടുമ്പോൾ അതിൻ്റെ സന്തോഷവും ഉണ്ടാവും, ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അത്രയേ ഉള്ളൂ, വല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, രഞ്ജിത്ത് എവിടെ? രഞ്ജിത്ത് സൂര്യയുമായി ടെറസിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. എന്തോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് പറഞ്ഞ് രഞ്ജിത്ത് പോയത്. നീ പറഞ്ഞത് ശരിയാണ്, കല്യാണത്തിൻ്റെ മുന്നേ രഞ്ജിത്തും സൂര്യയും കൂടി അടുക്കണം. പിന്നെ വഴക്കാളിയാണെങ്കിലും സൂര്യയും രഞ്ജിത്തും തമ്മിൽ അടുക്കുന്നതാണ് വേദയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ മുന്നേ നല്ലത്. അത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വന്ദന പറയാണ്, അല്ല, പത്മയുടെ പെരുമാറ്റത്തിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സൂര്യയോട് പെരുമാറുന്ന രീതി അത് കുറച്ച് കർശമായിട്ട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് സൂര്യയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഉദയം പറയണ, അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാവരുടെ രണ്ടുപേരുടെയും വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം കഴിയുന്നത് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉദയൻ വന്ദനയുമായിട്ട് സംസാരിക്കുന്നത്. ഈ സമയം രഞ്ജിത്ത് മനസ്സിൽ ദുരുദ്ദേശത്തോടെയാണ് സൂര്യയോടൊപ്പം കള്ളു കുടിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ സൂര്യ ആണെങ്കിലോ രഞ്ജിത്തിന് എന്താണെന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് സൂര്യയും നടത്തുന്നത്. അങ്ങനെ നന്ദിനി ഓംലെറ്റുമായി വരുന്ന സമയത്ത് കള്ളുകുപ്പിയും ഗ്ലാസും കാണുമ്പോൾ നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. നന്ദിനിയെ കണ്ടതോടുകൂടി സൂര്യ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ അവിടെ കിടന്ന് ഇങ്ങനെ പരുങ്ങുകയാണ്. അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി വരികയാണ്. എന്താ സാർ ഈ കാണിക്കുന്നത്? സാറ് ശപഥം ചെയ്തതല്ലേ ഇനി കുടിക്കില്ല എന്ന്, എന്നിട്ടിപ്പോൾ വീണ്ടും കുടിക്കുകയാണോ? അത് പിന്നെ നന്ദിനി, ഞാൻ നിന്നോടല്ലല്ലോ ഇവിടേക്ക് ഓംലെറ്റ് കൊണ്ടുവരാൻ പറഞ്ഞത്, രാജുവേട്ടനോടാണല്ലോ. രാജുവേട്ടനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന്. സൂര്യ സാറിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് എനിക്ക് കൂടി അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എന്തിനാണ് സൂര്യ സാർ ഇപ്പോൾ മദ്യപിക്കാൻ നിൽക്കുന്നത്? അത് പിന്നെ നന്ദിനി, എന്നോട് രഞ്ജിത്ത് പറഞ്ഞതാണ്, രഞ്ജിത്ത് ഒന്ന് കമ്പനി കൂടാമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയാണ്. ഒരൊറ്റ ഗ്ലാസ് മാത്രമേ ഞാൻ കുടിക്കും. എന്താ സാർ ഈ പറയുന്നത്? സാറ് കുടിച്ചാലുണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് സാറ് വെറുതെ ഇതിന് നിൽക്കുന്നത്? അത് പിന്നെ നന്ദിനി, ഒരു ദിവസത്തേക്കല്ലേ. അപ്പോൾ രഞ്ജിത്ത് പറയണേ, നന്ദിനി ഒരു ദിവസത്തേക്കല്ലേ, ഇന്ന് ഫ്രീ ആയിട്ട് സൂര്യയെ വിട്, ഒറ്റ ഗ്ലാസ്സിലേ കുടിക്കൂ എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ്? അങ്ങനെ നന്ദിനി അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ്ടോ. എന്നിട്ട് നന്ദിനി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജിത്തിനോട് സൂര്യ പറയാണ്, രഞ്ജിത്ത് നീ എന്തായാലും ഒഴിക്കുക എന്ന് പറയട്ടെ. അങ്ങനെ രഞ്ജിത്ത് 2 ഗ്ലാസ്സിലും കൂടി ആദ്യം വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോൾ സൂര്യ ചോദിക്കണം, അതെന്താ രഞ്ജിത്ത് നീ വെള്ളം ഒഴിക്കുന്നത്? ആദ്യം വെള്ളമാണോ ഒഴിക്കുക? അതെന്താ നിങ്ങൾ US സ്റ്റൈലാണോ എന്ന് ചോദിക്കട്ടോ. അപ്പോഴൊന്നും രഞ്ജിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് മദ്യകുപ്പി എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആ വെള്ളത്തിലേക്കാണ് മദ്യം ഒഴിക്കുന്നത്. അപ്പോൾ സൂര്യയുടെ ഗ്ലാസ്സിൽ മാത്രമാണ് കേട്ടോ രഞ്ജിത്ത് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതാ സൂര്യ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ, അതെന്താ രഞ്ജിത്ത് നീ കുടിക്കുന്നില്ലേ? നീ എന്താ ഗ്ലാസ്സിൽ ഒഴിക്കാത്തത്? ഞാനിതൊന്നും കുടിക്കില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ സിഗരറ്റോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ വെറും സൂര്യയ്ക്ക് ഒരു കമ്പനി തരാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരുന്നത്. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നീ കുടിക്കണം എന്നല്ലേ എന്നോട് പറഞ്ഞത്, എന്നിട്ട് എനിക്ക് കമ്പനിക്ക് വരാമെന്നല്ലേ നീ പറഞ്ഞത്. അത് ശരിയാണ്, ഞാൻ കുടിക്കില്ല. പക്ഷേ സൂര്യയ്ക്ക് ഒരു കമ്പനി തരാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിരുന്നത്, അല്ലാതെ ഞാൻ മദ്യപിക്കാറില്ല. ഞാനത് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ. നന്ദിനിയെ കണ്ടപ്പോൾ രഞ്ജിത്ത് പ്ലേറ്റ് മാറ്റുകയാണെന്നുള്ളത് സൂര്യയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ രഞ്ജിത്തും സൂര്യയും തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.